ഹലോ, അസ്സലാമലൈക്കും. ഇതിപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കായം കൂട്ടി വെച്ചേക്കണു കേട്ടോ. അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാൻ. പിന്നെ ഉള്ളിയൊക്കെ വെട്ടി വെച്ചേക്കണു, തക്കാളി വെട്ടി വെച്ചേക്കണു, ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചതച്ചേക്കണു കേട്ടോ. അപ്പോൾ മക്കളെ മസാലപ്പൊടിയൊക്കെ എടുത്ത് വെച്ചേക്കണു കേട്ടോ. മുളകുപൊടി, മല്ലിപ്പൊടി. അപ്പോൾ മക്കളെ എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമ്മളെ മക്രോണി ഉണ്ടാക്കണ്ടിട്ട് അതിൻ്റെ അടുക്ക് നമ്മളൊരു ഇത് ഇട്ടീന്നു. പക്ഷെ ഇപ്പോൾ കിട്ടിയപ്പോൾ ഒന്നും കൂടി നിങ്ങളൊക്കെ ഒന്ന് കാണിച്ചാൽ വിചാരിച്ചു കേട്ടോ. അപ്പം നമ്മൾ ചിക്കൻ പൊരിച്ചിക്കാണ്ട് അതിക്ക് ഇട്ടുണ്ടാക്കുകയാണ്. അപ്പോൾ ചിക്കനൊക്കെ പൊരിച്ച് വെച്ചോക്കണം കേട്ടോ. ഇനി നമ്മൾ ഉള്ളിയൊക്കെ വാട്ടിയെടുക്കട്ടെ. അപ്പോൾ ഇപ്പം ഇട്ട് കാണ്ട് ഒന്നാണ് വാട്ടി കൊടുക്കുമ്പോൾ വേണ്ടായിക്കോളൂ കേട്ടോ. അപ്പോൾ ഇപ്പം ഇട്ട് കൊടുത്തുട്ടാ. അപ്പോൾ ഉള്ളിൻ്റെ പച്ചമണം മാറിയപ്പോൾ നമ്മൾ ഇഞ്ചി പിന്നെ വെള്ളുള്ളി ഇട്ട് കൊടുത്തുട്ടാ. ഇനി നമ്മൾ തക്കാളി ഒന്നാണ് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. അതൊന്നാണ് വയറ്റി എന്നിട്ട് പിന്നെ അവും പച്ചമണം മാറിയിട്ട് നമുക്ക് അതൊന്ന് വഴറ്റി വരുമ്പോൾ നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. അത് വഴറ്റി വന്നിട്ടോ. ഇനി മസാലകളൊക്കെ ഇട്ട് കൊടുത്തോട്ടാ. നീ ചിക്കൻ മസാല ഒക്കെ ഇട്ടോട്ടോ മക്കളെ. അതൊക്കെ ഞാൻ വേറിച്ചാക്കിയിട്ടില്ല, പറഞ്ഞിട്ടില്ല മാത്രം. അപ്പോൾ നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ ഇട്ടുട്ടാ. ചിക്കൻ ഇട്ട് കാണ്ട് ഇനി ഒന്നാണ് കൂക്കിച്ചട്ടെ. ഞാൻ പറയാം കുക്കറിലിട്ട് കൂക്കിച്ച് കാണ്ട് അപ്പോൾ നല്ലൊന്നാണ്ട് പസർമ ആയിക്കോളും. എന്നിട്ട് പിന്നെ നമുക്ക് വട്ടച്ചട്ടിക്ക് മാറ്റിയെടുത്തുട്ടാ. എല്ലാം കൂടി കുക്കറിൽ കൊള്ളൂല. നമ്മൾ തോനെ ഉണ്ടാക്കണുണ്ട്. ഉണ്ടാക്കുമ്പോൾ പിന്നെ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുക്കണ്ട വിചാരിച്ച് കാണ്ട്. അപ്പോൾ മക്രോണി നമ്മൾ തിളപ്പിച്ച് ഊറ്റി വെച്ചീനു കേട്ടോ. തക്കാളി സോസാണ് പാരിൻ്റെ കേട്ടോ മക്കളെ. തോനൊന്നുമില്ല, കുറച്ച് പേടെ കൊടുന്നുണ്ടായിരുന്നു. അപ്പോൾ അഴിക്ക് വെച്ചിട്ടൊന്നും കൊടുന്നിട്ടൊന്നുമില്ല. അപ്പോൾ അവൻ പാർന്ന് കാണ്ടൊന്നാണ്ട് ഇളക്കി കൊടുക്കട്ടെ. പിന്നെ ചപ്പിൻ്റെ അതിലൊന്ന് ലേശം ഇട്ട് കൊടുക്കട്ടെ. അങ്ങനെ ഇളക്കി കൊടുത്ത് കാണും വാങ്ങിയേക്കാം. അത് നല്ല രസട്ടെ. മക്കളെപ്പോഴും പറയും മക്രോണി ഉണ്ടാക്കുകയെന്ന്. ഓൽക്ക് എപ്പോഴും വേണത്. ഇനി ചിക്കട്ടിയിലെങ്കിലും മുട്ട ഉണ്ടായെങ്കിലും ഇടട്ടോ. മുട്ട ഉണ്ടായാലും ഇടങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കലെന്ന് കമൻറ്റിൽ പറയട്ടെ മക്കളെ. വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ തരിട്ടാ. ഒരു വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.